പ്രൈസ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നല്ല ചെയ്ത്. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചർച്ച് ഓഫ് ഇന്ത്യ ദുബായ് സഭയുടെ സ്നേഹവന്ദനം. പ്രിയരെ, ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശിഷ്യനായ പത്രോസിൻ്റെ മറുപടിക്ക് അനന്തരം യേശു ക്രിസ്തു തൻ്റെ സഭയെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീത വേദഭാഗമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ക്രിസ്തുവാകുന്ന പാറമേൽ താൻ തൻ്റെ സഭയെ പണിയുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പിന്നീട് പരിശുദ്ധാത്മാവാം ദൈവം പുതിയ നിയമ എഴുത്തുകാരിലൂടെ അനുഗ്രഹീതമായ രീതിയിൽ സഭയെക്കുറിച്ചുള്ള ആത്മീക വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. അപ്പോസ്തലനായ പത്രോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സഭയെക്കുറിച്ച് പറയുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടമായാണ്. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ലേഖനം എഴുതുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ താൻ പറയുന്നത്, ലോക സ്ഥാപനത്തിന് മുമ്പേ സഭയെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നാണ്. തിരഞ്ഞെടുക്കുക മാത്രമല്ല, കർത്താവ് സഭയെ ദത്തെടുത്തു, സഭയെ വീണ്ടെടുത്തു, സഭയെ മുദ്ര വെച്ചുറപ്പിച്ചു. എല്ലാ വിധത്തിലുമുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ ദൈവസഭയിൽ നൽകപ്പെട്ടു. കുറച്ചുകൂടി ആഴമായെന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാന് ഉണ്ടായ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ യോഹന്നാൻ കാണുന്ന സ്വർഗീയ കാഴ്ചകളിൽ 24 മൂപ്പന്മാർ പാടി ആരാധിക്കുന്ന പാട്ടിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജീവൻ നൽകി വീണ്ടെടുക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ സഭ. ഇങ്ങനെയുള്ള ഒരു ദൈവസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ. ആത്മീയ കൂട്ടായ്മകൾക്ക് എപ്പോഴും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അനുഗ്രഹീതമായ രീതിയിൽ പറയുന്നു, ആദ്യത്തെ നമ്മുടെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ ആരംഭിക്കേണ്ടത് തൃത്വങ്ങളിൽ ഏകനായി വസിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ പ്രാധാന്യമാണ് സഭാ ജനങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ. കാരണം സഭ ക്രിസ്തുവിൻ്റെ മാർമിക ശരീരമാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മളത് കാണുമ്പോൾ, കൊലോസ്യ ലേഖനത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ മാർമിക ശരീരത്തിൻ്റെ തലയായ ക്രിസ്തുവിനെ കുറിച്ച്. ഇങ്ങനെയുള്ള തലയായ ക്രിസ്തുവിൽ മാർമികമായ ശരീരമായി സഭ വളർന്നു വരണമെങ്കിൽ ഒന്ന്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം സഭയായി, ഒരു കോൺഗ്രിഗേഷനായി, ഒരു ആത്മീക ഫെലോഷിപ്പായും നമുക്കൊരു ആത്മീക ബന്ധമുണ്ടാകണം. അവിടെയാണ് നമുക്ക് പരിപോഷണം നടക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി ഈ അനുഗ്രഹീത പട്ടണമായ ദുബായ് പട്ടണത്തിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി പ്രവർത്തിച്ചു വരുന്ന അനുഗ്രഹീത ഒരു ആരാധന കൂട്ടായ്മയാണ് ചർച്ച് ഓഫ് ഇന്ത്യ ദുബായ് ദൈവസഭ. ഈ ആത്മീയ ആരാധനയിലേക്ക് നിങ്ങൾ ഇതുവരെയും മറ്റൊരു ആരാധനയിലേക്ക് പോകാൻ അവസരം ലഭിക്കാത്തവരാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഈ ആരാധനയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വരിക, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ.